ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിനെ കുറിച്ചാണ്. സിംഗിൾ പെറ്റലുണ്ട്, അഡീനിയം പ്ലാന്റ്സ് മൾട്ടി പെറ്റലുണ്ട്. മൾട്ടി പെറ്റൽ നമുക്കറിയാം, മൾട്ടി പെറ്റൽ കൂടുതലായിട്ട് നമ്മൾ സിംഗിൾ പെറ്റലുള്ള അതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അഡീനിയം നല്ല പൊള്ളുന്ന വെയിലത്ത് നമുക്ക് നിറയെ പൂക്കൾ തരുന്ന പ്ലാന്റാണ് നമ്മുടെ അഡീനിയം പ്ലാന്റ്സ്. ബൊഗൻവില്ല പ്ലാന്റ്സിന് എത്രത്തോളം വെയിൽ വേണം അത്രത്തോളം വെയിൽ നമ്മുടെ ഈ ഒരു അഡീനിയം പ്ലാന്റ്സിന് വേണം. അധികം ആൾക്കാരും ടെറസിൻ്റെ മുകളിലൊക്കെയാണ് അഡീനിയം പ്ലാന്റ്സ് വെക്കാറുള്ളത്, അല്ലെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൺലൈറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റ് വേണം. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പിന്നെ വാട്ടറിങ്, സൺലൈറ്റ്, പോട്ടി മിക്സ്, അതുപോലെ തന്നെ ഫെർട്ടിലൈസർ, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോണിങ്, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ ഉള്ള ചെറിയ കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം. അപ്പോൾ ഇതുപോലെ പൂക്കൾ ഉണ്ടാകാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, കോഡക്സ് നല്ല രീതിയിൽ ആവാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിന് ഞാൻ പറഞ്ഞു നല്ല ഡയറക്റ്റ് സൺലൈറ്റ് വേണം. അപ്പോൾ സൺലൈറ്റിൻ്റെ കാര്യത്തിൽ നല്ല സൺലൈറ്റ് കൊടുക്കണം. വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓവർ വാട്ടറിങ് പാടില്ല. കാരണം നമുക്കൊരാഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ നനച്ച് കൊടുത്താൽ മതി. കാരണം ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോഡക്സ്, അടിഭാഗത്തുള്ള കോഡക്സ് ചീഞ്ഞു പോകും. അതുകൊണ്ട് വെള്ളം നമ്മൾ കൂടുതലായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു മരുഭൂമിയിലൊക്കെ ഉണ്ടായ ചെടിയാണ്. ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയിലേക്ക് എല്ലാവരും നട്ടു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെടി ഞാൻ എടുത്തിട്ടുള്ളത് നേഴ്സറിയിൽ നിന്നാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇത് നമുക്കറിയാം, ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് സീഡ് വെച്ചിട്ട് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും. അതിലൊരു പഞ്ഞി പോലെ ഉള്ളിൽ ഒരു സീഡ് ഉണ്ടാകും, അതിലൊരു പഞ്ഞി പോലെ ഉണ്ടാകും, അതിൽ ഒരുപാട് വിത്ത് ഉണ്ടാകും. ഇതിൽ തന്നെ ഒരുപാട് വിത്ത് ഉണ്ടാവുന്നുണ്ടോ. അപ്പോൾ അത് പാകിയിട്ട് നമുക്ക് ഇതുപോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്മ് കട്ടിങ്ങിലൂടെ നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വെള്ളം നമ്മൾ വെള്ളം എപ്പോഴും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം വെള്ളം നമുക്ക് 2 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമൊക്കെ നോക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പോട്ട് എടുക്കുന്ന സമയത്ത് നല്ല ഡ്രെയിനേജ് ഹോൾസുള്ള പോട്ടാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം ഇതിൻ്റെ ആ കോഡക്സ് ചീഞ്ഞു പോകാതിരിക്കാൻ നല്ല ഡ്രെയിനേജ് ഹോൾസുള്ള പോട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. പിന്നെ പോട്ടി മിക്സിൻ്റെ കാര്യം, പിന്നെ നട്ടു കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാത്തതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ റീപ്പോർട്ടിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ അഡീനിയം പ്ലാന്റ്സ് നടേണ്ടതെന്നുള്ളത് കാണിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് കാണട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ്സിന് നമ്മൾ നല്ല ഡ്രെയിനേജ് ഹോൾസുള്ള പോട്ട് എടുക്കുക. അതുപോലെ തന്നെ പോട്ടി മിക്സ് എടുക്കുന്ന സമയത്ത് അതിൽ മണ്ണെടുക്കണം, മണലെടുക്കണം, പിന്നെ കൊക്കോപ്പിറ്റ് കുറച്ചെടുക്കണം, ചാണകപ്പൊടി എടുക്കണം, നമുക്ക് വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ പൊടി അതുപോലെ തന്നെ എല്ലുപൊടി എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു പോട്ടി മിക്സിലാണ് നമ്മൾ നട്ടു കൊടുക്കേണ്ടത്. നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഡക്സ്, അതായത് നമ്മൾ ചെടി നട്ടു കൊടുക്കുമ്പോൾ 1/4 ഭാഗം മണ്ണ് നിറച്ചിട്ടാണ് നമ്മൾ ആ ചെടി അവിടെ വെച്ച് കൊടുക്കേണ്ടത്. ആ ചെടി നമ്മൾ 1/4 ഭാഗം മണ്ണ് നിറച്ചിട്ട് നമ്മൾ ചെടി വെച്ചിട്ട് ആ കോഡക്സ് പുറത്താകുന്ന രീതിയിൽ താഴത്തെ വേര് മാത്രം നമ്മൾ ഉള്ളിലാക്കിയിട്ടാണ് നട്ടു കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ കാണിക്കുന്നത് സാഫാണ്. അഡീനിയം പ്ലാന്റ്സ് നടുന്നവർ എന്തായാലും സാഫ് എന്ന ഫംഗിസൈഡ് യൂസ് ചെയ്യണം. കാരണം നമ്മളത് പ്രോണിങ് ചെയ്യണം കേട്ടോ. വർഷത്തിൽ 2 പ്രാവശ്യം നമ്മൾ പ്രോണിങ് ചെയ്യണം അഡീനിയം പ്ലാന്റ്സ്. പിന്നെ ഒന്ന് നമുക്ക് ഫെബ്രുവരി മാസത്തിൽ പ്രൂണിങ് ചെയ്യാം, ഒന്ന് നമുക്ക് ആഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ പ്രൂണിങ് ചെയ്യാം കേട്ടോ. ഫെബ്രുവരി മാസത്തിൽ പ്രൂണിങ് ചെയ്തിട്ട് ഒരു 6-7 മാസം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പ്രൂണിങ് ചെയ്യും. അങ്ങനെ വർഷത്തിൽ 2 പ്രാവശ്യം നമുക്ക് ഈ ഒരു അഡീനിയം പ്ലാന്റ്സിനെ പ്രൂണിങ് ചെയ്യും കേട്ടോ. അപ്പോൾ സാഫ് എന്ന ഫംഗിസൈഡ് നമുക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ നേഴ്സറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ നമ്മൾ പ്രൂണിങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കട്ടിങ് ചെയ്ത സ്ഥലത്ത് ഈ ഒരു സാഫ് എന്ന ഫംഗിസൈഡ് എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്തും സാഫ് എന്ന ഫംഗിസൈഡ് നമ്മൾ അതിൽ പോട്ടി മിക്സിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. എങ്കിൽ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷനുള്ള ഒരു രോഗങ്ങളും ഈ അഡീനിയം പ്ലാന്റ്സിന് വരില്ല. അതുകൊണ്ടാണ് എപ്പം പ്രൂണിങ് ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കണം പ്രൂണിങ് ചെയ്ത ഭാഗത്തൊക്കെ. അതുകൂടാതെ പ്രൂണിങ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ എന്തായാലും വളവും കൊടുക്കണം കേട്ടോ. വളം കൊടുക്കേണ്ടത് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഈ പ്രൂണിങ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ചെടിക്ക് നമുക്ക് NPK 19 എന്നുള്ള വളമൊക്കെ നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അടിച്ചു കൊടുക്കുക. പൂക്കളിൽ നമ്മൾ നനച്ച് കൊടുക്കാണ്ടിരുന്നാൽ മതി. അങ്ങനെയൊക്കെ നമുക്ക് വളം കൊടുക്കട്ടെ. അപ്പോൾ കോഡക്സ് ഉണ്ടല്ലേ, ചെറിയ ഇതിന് പോലും നല്ല കോഡക്സ് ഉണ്ടായിട്ടുള്ള, അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് പൂക്കൾ തരുന്ന പ്ലാന്റാണ്. ഇതിന് വരുന്ന രോഗം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഇലകൾ മഞ്ഞളിപ്പ് വരും, അത് വെള്ളം കൂടിപ്പോയിട്ടാണ്. അതുപോലെ തന്നെ പൂക്കളൊക്കെ ചുരുണ്ടുണ്ടാകും. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്തെങ്കിലും ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ പിന്നെ ചെറിയ കുഞ്ഞു തൈ ഇതൊക്കെ ഒരു 4-5 വർഷമായിട്ടുള്ള തൈകളായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ പൂക്കളുണ്ടാകും.
അപ്പോൾ ഈ ഒരു ചെടിക്ക് നമ്മൾ വളം കൊടുക്കേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞത്. NPK 19 കൊടുക്കുക. അതുകൂടാതെ നമുക്ക് ജൈവ വളങ്ങളും കൊടുക്കട്ടോ. പിന്നെ കഞ്ഞിവെള്ളത്തിൽ അല്ല ചാരത്തിൽ നമുക്ക് കോഴിമുട്ട മിക്സ് പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ, ചാരവും കോഴിമുട്ട പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടി എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു ബാക്കി ഭാഗം നഴ്സറിയിലത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ലൈക്ക് ചെയ്യണം. അപ്പോൾ അഡീനിയം പ്ലാന്റ്സിന് നല്ല വെയിൽ വേണം, ഓവർ വാട്ടറിങ് പാടില്ല. നല്ല പോട്ടി മിക്സിൽ നമ്മൾ കൊടുക്കേണ്ടത്. അതുകൂടാതെ നമ്മൾ അതിന് മാസത്തിൽ വളം കൊടുക്കണം. വർഷത്തിൽ 2 പ്രാവശ്യം